ഹായ് എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഒരു ഔട്ടിംഗ് ആണ്, ബസ്സിലാണുള്ളത്. ഇങ്ങനെ പോകുമ്പോൾ ബസ്സിലിങ്ങനെ പോകുമ്പം ഇങ്ങനെ വീഡിയോ എടുക്കാനും ഒരു രസമാണ്, ഇങ്ങനെ കാണാനും ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ്. എവിടേക്കാന്നല്ലേ കാണാലോ. ഇതാണ് മക്കളെ നമ്മളെ പിണറായിലുള്ള ഒരു പാർക്കാണിത്. ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ സ്കൂൾ ഓഫ് ആർട്സിൽ പഠിക്കുകയായിരുന്നു. സ്കെച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതിപ്പോൾ പ്രതീക്ഷിക്കാതെ ആപ്പയുടെ കൂടെ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ സ്കെച്ച് ബുക്ക് എന്നും എൻ്റെ കയ്യിലുണ്ടാകും. അപ്പോൾ ഞാൻ സ്കെച്ച് ചെയ്യാൻ നിന്നായിരുന്നു. അപ്പം അമ്മാറ് വന്ന് വീഡിയോ എടുത്ത് തരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഫേസ് ഇങ്ങനെ സൂം ചെയ്തിട്ട് ചങ്ങായി വീഡിയോ എടുക്കുക, അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നാലും അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, അവൻ വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അവിടെയുള്ള സീനറിയൊക്കെ വരയ്ക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് പോയത്. പക്ഷേ എന്തോന്ന് അങ്ങോട്ട് ഒരു വൈബ് സെറ്റായിട്ടില്ല. വരച്ച് ട്രൈ ചെയ്തിട്ട് കുറേ ആയിട്ടോ ഔട്ട്ഡോർ സ്കെച്ച് ചെയ്യാത്തത്, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഔട്ട്ഡോർ ചെയ്യാൻ പോകുമ്പം പിള്ളേരുണ്ടാകും, കൂടെ ഉണ്ടാകും. ഇപ്പോൾ എല്ലാവരും ഓരോരോ വഴിക്കാണ്. BFA പഠിക്കാൻ അധിക പേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ സ്കെച്ച് ചെയ്യുന്നത്. പിന്നെ ഞാൻ സ്കെച്ചിങ്ങൊക്കെ മതിയാക്കി അമ്മാരെ കളിക്കുന്നതൊക്കെ നോക്കാൻ തുടങ്ങി. ഞാനൊരു പുതിയ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. രണ്ടാളും കൂടി കളിയായിരുന്നു. അമ്മാറിനെ സീസോയിൽ ശരിക്കും ഇരിക്കാൻ പേടിയുണ്ട്, വീണ് പോകുന്നുള്ള പേടിയുണ്ട്. അവനെയും കുറച്ച് ട്രോളിയൊക്കെ ആയിരുന്നു ഞാൻ അവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവരെ കളിയൊക്കെ നോക്കി. അതിൻ്റെ ഇടയിൽ അവിടെ ഇരുന്നിട്ട് സ്കെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. KGC പഠിക്കുന്ന സമയത്ത് ഡയറക്റ്റ് പെൻ സ്കെച്ച് ചെയ്യുമായിരുന്നു. ഇപ്പോഴും കുറേ ആയി ഔട്ട്ഡോർ ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷമായിരുന്നു സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെയുള്ള മെയിൻ സീനറീസ് ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ആ പുഴയുടെ കരയിലേക്ക് പോയായിരുന്നു. അപ്പോൾ ദൂരെ അക്കരെയുള്ള കാഴ്ചയാണ് കാണുന്നത്. ഈ വീഡിയോ എടുക്കുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് ജസ്റ്റ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വരച്ച് നോക്കാനും കൂടിയാണ്. എന്തെങ്കിലും ഒരിക്കൽ സ്കെച്ച് ചെയ്യുമ്പോൾ ഈ സീനറീസൊക്കെ ഹെൽപ്ഫുള്ളാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു 7 മണി 7:30 ആയപ്പം വീട്ടിലെത്തിയപ്പോൾ തലശ്ശേരി സ്പെഷ്യൽ മുട്ട സുർക്കിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മുട്ട സുർക്കിയും പിന്നെ ചിക്കൻ കറിയും. എന്തു പറഞ്ഞാലും ദിവസവും രാത്രി ചിക്കൻ കറി തന്നെ ആയിരിക്കും വീട്ടിൽ, അത് വേറൊരു കാര്യം. അങ്ങനെ മുട്ട സുർക്ക ഉണ്ടാക്കുകയാണ്. ഇത് നെയ്യപ്പമൊക്കെ ചുടുന്ന പോലെ ചുട്ടെടുക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ. സാധാരണ ഈ ഒരു വിഭവം തലശ്ശേരി പുതിയാപ്പിള സൽക്കാരത്തിനാണ് കേട്ടോ കാണാറ്. ഇടയ്ക്ക് വീട്ടുകളിൽ ഉണ്ടാക്കാറുണ്ട്. എന്നാലും സ്പെഷ്യലായിട്ടൊരു പിയാപ്പിള തക്കാരത്തിനുള്ള ഒരു ഭക്ഷണ വിഭവം അതന്നെയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കേട്ടോ. എൻ്റെ വീട്ടിലെ ആപ്പാക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ടയും ചേർത്ത് പച്ചരി അരച്ച് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കും. പിന്നെ ചൂടായ എണ്ണയിലേക്ക് നെയ്യപ്പം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ വേവിച്ചെടുക്കുന്നൊരു വിഭവമാണ് ഈ മുട്ട സുർക്ക എന്ന് പറയുന്നത്. മുട്ട ചേർക്കുന്നത് കൊണ്ടായിരിക്കും ഇതിന് ആ പേര് വരാൻ കാരണം. മാവ് ഒഴിച്ച് കുറച്ച് നേരം ആകുമ്പോഴേക്കന്നെ അതിങ്ങനെ പൊങ്ങി വരും. നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട, അത് നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ വേണ്ടി. അങ്ങനെ അത് ചെറുങ്ങനെ ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തിരിച്ചിടുന്നതെന്ന് നോക്കാമല്ലോ. സാധാരണയിൽ ഈ എണ്ണക്കടികൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം എണ്ണ പൊട്ടിത്തെറിക്കലും ആകെ മേലെ തെറിക്കലൊക്കെ എനിക്ക് സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്നതാണ്. എന്തോ ഭാഗ്യത്തിന് ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ മുട്ട സിർക്കയെല്ലാം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങനെ പതിവ് പോലെ ചിക്കൻ കറിയും നമ്മുടെ സ്പെഷ്യൽ മുട്ട സുർക്കയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ കോംബോ.